ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മളുടെ മെഡിറ്റേഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മൾ ഈ ജേണലും അഫർമേഷൻസൊക്കെ എഴുതുന്നതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അതായത് നമ്മൾ ചുമ്മാ ചില ദിവസങ്ങളിലെങ്കിലും, അതായത് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസങ്ങളിലെങ്കിലും ചുമ്മാ ഈ ജേണൽസും അഫർമേഷൻസൊക്കെ എഴുതി വിടാതെ കുറച്ചൊന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഇപ്പോൾ നമുക്കൊരു വിഷൻ ബോർഡ് തയ്യാറാക്കാം. പലപ്പോഴും വിഷൻ ബോർഡ് എന്ന് പറയുമ്പം പലരും ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. ആ ആൾക്കാരൊക്കെ പകുതിയും എനിക്ക് നെഗറ്റീവ് എനർജി തരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്നെ കളിയാക്കുന്ന ആൾക്കാരാണ്. അവർക്ക് മുന്നിൽ ഞാൻ എങ്ങനെ ഈ ഒരു വിഷൻ ബോർഡിനെ എടുത്ത് വെക്കും, ഭിത്തിയിൽ വെക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാനത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ കളിയാക്കാനും എന്നെ കുറ്റം പറയാനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ വീണ്ടും നെഗറ്റീവായി പോവുകയുള്ളൂ എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ സാഹചര്യം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡയറി വാങ്ങിച്ചിട്ട് അതിനകത്ത് തന്നെ നമ്മുടെ വിഷൻ ബോർഡിനെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഏറ്റവും നമുക്ക് വിഷൻ ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വിഷ്വലൈസ് ചെയ്യണം, അതാണ് വിഷൻ ബോർഡ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തായാലും അതിനെ ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് അത് 5 രൂപയോ 10 രൂപയൊക്കെ കൊടുത്തേച്ചാൽ മതി. നമുക്കത് അല്ലെങ്കിൽ വലിയൊരു ചാർട്ടിനകത്താക്കി ഈ ഫുൾ ഫോട്ടോസ് സെറ്റ് ചെയ്ത് കിട്ടും. നമുക്കത് കട്ട് ചെയ്തിട്ട് ഈ ഡയറിയിലൊക്കെ ഒട്ടിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഡയറിയിൽ ഇതൊക്കെ ഒട്ടിച്ച് വെക്കുമ്പോൾ ആ ഒരു ഒട്ടിച്ച് വെക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആകുമ്പോൾ നമുക്കതിലേക്ക് കൂടുതൽ അങ്ങ് ശ്രദ്ധിക്കാനായിട്ട് തോന്നും. അതായത് ഇപ്പോൾ ഡയറിയിൽ നമ്മൾ പൈസയുടെ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയുടെ ഫോട്ടോ, അല്ലെങ്കിൽ ഒരു വീട്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും എന്തെങ്കിലും ഫ്ലവർ വെച്ചിട്ടൊക്കെ വല്ല മേക്കപ്പോ അല്ലെങ്കിൽ കളർ വെച്ചിട്ട് എന്തെങ്കിലും അതിനെ എപ്പോഴും ഒരു അട്രാക്റ്റീവ് ആക്കി വെക്കാനായിട്ട് നോക്കുക. അപ്പം നമുക്കത് ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുമ്പോൾ അതിനോട് ഇഷ്ടം കൂടും. ഓക്കെ. പിന്നെ നമ്മൾ എഴുതുന്ന അഫർമേഷൻസ് എപ്പോഴും ഒരേ കളറിൽ ആക്കാൻ മാക്സിമം ബ്ലാക്ക് കൊണ്ട് എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ ബ്ലാക്ക് കൊണ്ടൊക്കെ എഴുതാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്കെന്ന് പറയുന്നത് കറുത്ത മഷി പേനയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടവും ആയിരുന്നതല്ല ഇപ്പോഴും. എന്നാലും ചിലപ്പോൾ ഒരേ രീതിയിൽ യൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിലൊരു മടുപ്പുണ്ടാകും. സാധാരണ ഡയറി ഇടുന്ന പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്ലിറ്റർ ടൈപ്പ് പേന, അല്ലെങ്കിൽ പല ടൈപ്പ് കളറുള്ള മഷികളുള്ള പേനകൾ, അങ്ങനെയുള്ള പേനകളൊക്കെ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് എഴുതാൻ നോക്കുക. എൻ്റെ കയ്യിൽ പല നിറത്തിലുള്ള പേനകളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്ലിറ്റർ ടൈപ്പ് ഉണ്ട്. ഞാൻ സ്കെയിലൊക്കെ വെച്ചിട്ട് വരയ്ക്കും. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് അതിനെ കുറേ കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാനും അതിടയ്ക്ക് നോക്കാനും ഒക്കെയുള്ള ഒരു ഇഷ്ടം അത് കൂടും. അപ്പോൾ അതങ്ങനെ നമ്മുടെ നമുക്കത് നോക്കുമ്പോൾ കുറേ കൂടി ഹാപ്പിനെസ് ഉണ്ടാവും. അതുവഴി നമ്മുടെ ആഗ്രഹങ്ങൾ കുറേ കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. കാരണം നമുക്കത് നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരിക്കും. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ എഴുതുമ്പോഴൊക്കെ നമ്മളതിനെ എങ്ങനെ കൂടുതൽ മനോഹരമാക്കി എടുക്കാം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും നമ്മളതൊക്കെ എപ്പോഴും നോക്കുന്നത്. ഇപ്പം നമുക്ക് ഓരോ മാസവും ഞാൻ പറയാറുണ്ടല്ലോ, ഇന്ന് രാത്രി കിടക്കുമ്പോൾ നമുക്ക് നാളത്തെ ദിവസം നമുക്ക് ഡിസൈൻ ചെയ്യാൻ എന്ന് പറയാറുണ്ട്. അതുപോലെ ഓരോ മാസം എൻഡിങ്ങിൽ നമുക്ക് നെക്സ്റ്റ് മന്ത് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് മന്ത് അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 2-3 മാസം, അല്ലെങ്കിൽ അടുത്ത 6 മാസത്തേക്കുള്ള ഒരു ടാർഗറ്റ്, ഒരു പ്ലാൻ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കി വയ്ക്കാം. അതിൽ നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും എഴുതാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അഫർമേഷൻ പോലെ എനിക്ക് 10 കോടി രൂപ കിട്ടിയതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് ലോട്ടറി അടിച്ച് 12 കോടി കിട്ടുന്നതിന് നന്ദി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്ന കാര്യത്തിന് ഒരു ലോജിക്ക് വേണം. അതായത് നമ്മളിപ്പോൾ ഒരു 30,000 സാലറി ഉള്ള ഒരു എംപ്ലോയി ആയിരിക്കാം. ഓക്കെ. ആ ഒരാൾക്ക് ഒരു 40,000 അല്ലെങ്കിൽ 50,000 സാലറി ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ 30,000 അല്ലെങ്കിൽ 20,000 ഉള്ള സാലറി ഉള്ള ആൾക്ക് എനിക്ക് അടുത്ത മാസം തൊട്ട് 2 ലക്ഷം രൂപ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കണക്ഷനില്ല, അതിലൊരു ലോജിക്കില്ല. അപ്പം അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും ഒരു പതുക്കെയുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടാവേണ്ടത്. അപ്പം നമ്മൾ എഴുതുന്ന കാര്യങ്ങൾക്ക് നമുക്കതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കതിന് വേണ്ടി നമ്മൾ വെറുതെ ഇരുന്ന് എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതായത് ഇപ്പോൾ ഈ 30,000-20,000 രൂപയുടെ ഒരു ഇത് പെട്ടെന്ന് തന്നെ 2 ലക്ഷം 3 ലക്ഷം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നല്ല ടൈം എടുക്കും. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണോ? പിന്നെ ചുമ്മാ ഇരുന്നിട്ട് എനിക്ക് 10 കോടി കിട്ടിയതിന് നന്ദി, അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോഴും നമ്മുടെ വിഷൻ ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ അഫർമേഷൻ എഴുതുമ്പം അതിൽ കുറച്ച് ലോജിക്കും കൂടി കലർത്തി വേണം ചിന്തിക്കാനും എഴുതാനായിട്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ എപ്പോഴും ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും ചെറിയ കാര്യങ്ങളിൽ വെച്ച് മാത്രമേ, അതെന്ത് കാര്യമായിക്കോട്ടെ എന്തും അങ്ങനെ ചെറിയ രീതിയിലാണ് എപ്പോഴും ഞാൻ തുടങ്ങാറും. ഇപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ എപ്പോഴും ചെറിയ കാര്യങ്ങൾ തുടങ്ങി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിലേക്ക് പോകാമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ എനിക്ക് അങ്ങനെ കിട്ടിയതെന്ന് നന്ദി അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എക്സാമിന് പാസ്സാവണം, നമുക്ക് നല്ലൊരു നമ്മൾ ആഗ്രഹിച്ച് എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ്, അല്ലെങ്കിൽ ചെയ്യുന്നൊരു കോഴ്സാണ്. ഇതൊക്കെ പോട്ടെ, നമ്മളിപ്പോൾ ഒരു ഡിഗ്രിക്ക് എന്തെങ്കിലും പഠിക്കുവാണ്, ആ എക്സാമിന് നല്ല മാർക്ക് വേണം ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് നല്ല മാർക്ക് വാങ്ങിച്ചതിന് നന്ദി, കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയതിന് നന്ദി, അങ്ങനെ ജസ്റ്റ് എഴുതിയാൽ പോരാ. അങ്ങനെ ചുമ്മാ എഴുതി വെച്ചിട്ട് നമ്മളൊന്നും പഠിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അങ്ങനെ മാർക്ക് വേണമെന്ന് നമ്മുടെ ആഗ്രഹം ശക്തമാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നന്നായിട്ട് പഠിക്കും, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഒരു ട്രൈയും കൂടി കൊടുക്കണം. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേടണം എന്നുള്ള ഒരു കാര്യം അതെന്തുമായിക്കോട്ടെ, നമ്മൾ അതിനു വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ശ്രമമെങ്കിലും നടത്തിയിരിക്കണം കേട്ടോ. അല്ലാതെ വെറുതെ ചുമ്മാ ഇരുന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കിട്ടുമായിരിക്കാം, പക്ഷേ ചിലതുണ്ട് നമ്മൾ നന്നായിട്ട് നല്ല നമ്മളൊരു എഫേർട്ട് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു കാര്യം കൊടുക്കുക തന്നെ വേണം. അല്ലാതെ ചിലതൊന്നും നമുക്ക് ഒരിക്കലും ഈ കൈ നനയ്ക്കാതെ മീൻ പിടിക്കാം എന്നുള്ള ഒരു തിയറി ഒരിക്കലും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളുടെ ആഗ്രഹങ്ങളെ എഴുതുക കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് ഗോൾഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഞാൻ പഴയൊരു വീഡിയോയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഡയമണ്ടിൻ്റെ മൂക്കുത്തി വേണം എന്നുള്ളത്. ഞാനത് സാധിച്ചെടുത്തു. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇപ്പം തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ക്ഷമയുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, കാരണം എനിക്ക് വേറെ ഉണ്ട്. പിന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു മോഡലുണ്ട്, അപ്പോൾ അത് എൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു അത്. പക്ഷേ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്, കാരണം അത് ഓൺലൈനിലെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നോക്കിയപ്പോഴൊക്കെ. കല്യാണിൻ്റെ ക്യാൻഡീർ എന്ന് പറയുന്ന അതിൽ, പക്ഷേ അതിൽ ഭയങ്കര റേറ്റുമാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഞാൻ കല്യാണിയിൽ നിന്ന് പല ഗോൾഡ് പർച്ചേസ് ചെയ്തപ്പോഴൊക്കെ, മൂക്കുത്തിക പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ അതിൽ കണ്ടിട്ട്, ആ പിക്ചർ കണ്ടിട്ട് ആ ഒരു സൈസൊന്നും അല്ലായിരുന്നു വന്നപ്പം, ആ ഒരു രീതിയൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് കുറേ വർഷങ്ങൾക്ക് ശേഷം റിട്ടേൺ ചെയ്തു. 1 മാസം എടുത്തു അതിൻ്റെ പൈസ കിട്ടാനായിട്ട്. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഓൺലൈനിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യത്തില്ല, ഡയമണ്ടും പർച്ചേസ് ചെയ്യത്തില്ല എന്നുള്ളത്. പക്ഷേ ഒരു സർപ്രൈസായിരുന്നു എനിക്ക്. ജോസ്കോയിൽ പോയപ്പം ഈ സെയിം സാധനം തന്നെ ഞാൻ വിചാരിച്ച അതേ സൈസിൽ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ഷമ കാണിച്ചാൽ, നമ്മൾ എല്ലാത്തിനും തിരക്ക് പിടിച്ച് ഓടിപ്പിടിച്ച് അങ്ങനെയൊന്നും ചെല്ലണ്ട. ചിലപ്പോൾ ക്ഷമ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്നുള്ളതിൽ ഇത് മാത്രമല്ല, എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഒരുപാട്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് ക്ഷമ കാണിക്കുക. നമ്മളുടെ അഫർമേഷൻസിൽ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ജേണൽസ് എഴുതുമ്പോൾ കുറച്ച് കാമായിട്ടും കൂളായിട്ടും ഒക്കെ ഇരുന്ന് എഴുതുക. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ടോക്സിന് പോകരുത്. വെറുതെ ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാതെ കുറേ നെഗറ്റീവും അടിച്ച് കുറേ പരദൂഷണം പറഞ്ഞ് അതിന് മുന്നിൽ നടക്കുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനത്തെ ഉള്ള കമ്പനീസൊക്കെ വിട്ടേക്കുക. നമ്മളതിന് പോകാതിരിക്കുക. നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒറ്റ കാര്യം. എപ്പോഴും എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരുന്നിരുന്നൊരു സമയം എനിക്കുണ്ട്. പക്ഷെ അതിൽ കൂടി എനിക്കൊന്നും എൻ്റെ സമാധാനം കളയാനായിട്ട് പലരും നമ്മുടെ ലൈഫിലേക്ക് വരും. അപ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി മാറി നിൽക്കാനൊന്നും പറ്റില്ല. മറുപടി കൊടുക്കേണ്ടടുത്ത് നമ്മൾ മറുപടി കൊടുക്കും. അതായത് പലരുടെയും വിചാരം അവരെന്ത് പറഞ്ഞാലും നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യരുത് എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ നമ്മളങ്ങനെ കൂടുതൽ മിണ്ടാതിരിക്കും തോറും ചിലർ അതിൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മറുപടി പറയേണ്ടടുത്ത് പറയുക. പക്ഷെ നമ്മൾ മറുപടി പറഞ്ഞിട്ടും അതൊന്നും ഒരു മൈൻഡ് ചെയ്യാതെ വക വയ്ക്കാതിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് അതാണ് എന്ന് വിചാരിച്ച് മാറിക്കളയുക. കാരണം ആ ഒരു ലെവലിലേക്ക് നമ്മളും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിലയിൽ പോവുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ നാക്കും വാക്കും ആവശ്യമുള്ളിടത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്, നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവരെടുത്ത് കാര്യങ്ങൾ പറയുക. എന്ത് പറഞ്ഞിട്ടും ഇങ്ങനെ കിടന്ന് വയത്താളും ഇങ്ങനെ കലവലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെടുത്ത് നമ്മൾ എത്ര പറഞ്ഞാലും
ഒന്നും എഫക്റ്റീവ് ആവില്ല. അപ്പോൾ എപ്പോഴും വിചാരിക്കുക എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്താണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് എപ്പോഴും വിചാരിക്കുക. അതിന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. എപ്പോഴും സമാധാനമായിട്ടിരിക്കാൻ നോക്കുക. നമുക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനമാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റണം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനങ്ങനെ എനിക്ക് ഉറക്കം പോലും കിട്ടാതിരുന്ന സമയം ഉണ്ടായിരുന്നു. നന്നായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻസ് ഒന്നും പുറത്തുള്ള ഒരാളെയും ബുദ്ധിമുട്ടിക്കില്ല. അവർ വന്നിട്ട് നമ്മളോട് ചെയ്യാനുള്ള ചിലപ്പോൾ അത് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നോ വിഷമിക്കും എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരങ്ങ് ചെയ്തിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മളെങ്ങനെയാണെന്നോ നമ്മളതിൽ നിന്നോ ഓവർകം ചെയ്തോ നമ്മുടെ അവസ്ഥ എന്താണെന്നോ അങ്ങനെയൊന്നും ഒരാളും ചിന്തിക്കാറേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കേട്ടോ. എനിക്ക് കുറേ ടെൻഷൻ അടിച്ചാൽ എനിക്ക് ശ്വാസം മുട്ട് ഉണ്ടാവാറുണ്ട്. ഭയങ്കരമായിട്ട് ബി പി കുറയുന്ന പ്രശ്നമുണ്ട്. പക്ഷെ ഇതൊക്കെ അറിയുന്ന ആൾക്കാർ പോലും എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോലും നമ്മളോട് ആ ഒരു രീതിയിൽ പെരുമാറുവതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യം അത് നമുക്ക് മാത്രമേ ഉള്ളൂ. അറിഞ്ഞ് പെരുമാറാൻ, അതായത് നമ്മുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് നമ്മളോട് പെരുമാറാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. വേറെ ആരും നമ്മളോട് ആ ഒരു സിമ്പതിയോ അല്ലെങ്കിൽ സിമ്പതി എന്നല്ല, ആ ഒരു കൺസിഡറേഷൻ നമുക്ക് ആരും തരുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും ശക്തമായിരിക്കാനായിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അതിനോട് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു എഫേർട്ട് ഇടാനായിട്ട് നമ്മൾ ഒരിക്കലും മടിക്കരുത്. നമ്മൾ വില്ലിങ് ആയിരിക്കണം. നമുക്കൊരു കാര്യം, നമ്മുടെ ആഗ്രഹം നേടണം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു എഫേർട്ട് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം, അല്ലേ? അല്ലാതെ വെറുതെ അപ്പോൾ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടണം നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്കൊന്നും നമ്മുടെ കയ്യിൽ എത്തത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട്. ഈവൻ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ കാര്യം, ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ സൗണ്ട് കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കിയെന്നല്ല, ക്രിട്ടിസൈസ് ചെയ്തതാണ്. പക്ഷേ അതെന്നെ വളരെ മോശമായിട്ട് ബാധിച്ചു. നമുക്ക് സപ്പോർട്ട് തരേണ്ടവരൊക്കെ തന്നെയാണ് പലതും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ബാഡ് കമൻസ് ഒന്നും ഇന്നേ വരെ പുറത്തുനിന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കേണ്ട പലരും പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് കൊള്ളുമല്ലേ. അതുപോലെ ഞാൻ യൂട്യൂബ് ചാനൽ എനിക്ക് സംസാരിക്കാനും എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ നന്നായിട്ട് വായിക്കാറുണ്ട്. പക്ഷേ ഈ കളിയാക്കുന്നവർക്കൊന്നും എൻ്റെ ഇങ്ങനത്തെയുള്ള ടാലൻറ്റുകളോ എൻ്റെ ഇങ്ങനത്തെ കഴിവുകളോ ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. അതിലെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അന്നും ഇന്നും എപ്പോഴും. കാരണം ഇങ്ങനെ ഈ കളിയാക്കുന്നവരും കുറ്റം പറയുന്നവർക്കൊക്കെ ഒരിക്കലും നമ്മളുടെ ഒരു കഴിവുകൾ എന്താണെന്നോ നമ്മളെ ടാലൻറ്റുകൾ എന്താണെന്നോ ഒന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഇവൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നോ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നോ ഒന്നും അറിയില്ലാത്ത ഒരു സീറോ ആയിട്ട് മാത്രമാണ് നമ്മളെ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമ്മളെ എപ്പോഴും കുറ്റം പറഞ്ഞു നിൽക്കാനായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാനങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മെഡിറ്റേഷൻ്റെ കോഴ്സൊക്കെ ചെയ്തു. അതിനുശേഷം കുറേ വായിക്കുന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഒരുപാട് ബുക്ക്സ് വാങ്ങിക്കും. ഭയങ്കര സെലക്റ്റീവായിട്ട് ഞാൻ കുറേ നോക്കി റെഫർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ ബുക്കുകൾ വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് ബുക്കുകളൊക്കെ വാങ്ങിച്ചിങ്ങനെ വെക്കാനും എനിക്ക് ഭയങ്കര സമയം കുറവായിട്ടുള്ള ഒരാളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നാട്ടിലായിരുന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ വെളുപ്പിനെ എണീറ്റുണ്ടെങ്കിൽ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, നീ വെറുതെ ഇരിക്കുമല്ലേ വീട്ടിൽ, എന്താ പണി എന്നുള്ളത്. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മക്കൾക്കാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും മനസ്സിലാവും ഞാൻ എന്തുമാത്രം ഓടി തിരക്ക് പിടിച്ചാണ് അല്ലെങ്കിൽ കുഞ്ഞു മക്കളൊക്കെയുള്ള അമ്മമാർക്ക് മനസ്സിലാവും, അല്ലേ? നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. ഞാൻ രാവിലെ എണീറ്റ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ എല്ലാം ഓടി ചെയ്യും. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള വർക്കുകളുണ്ട്, ഞാനത് വീട്ടിൽ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഉച്ചിക്കുന്ന ഓരോരോ ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്ത് നേടിയെടുത്ത കാര്യങ്ങളാണ്. അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുവഴി എനിക്കൊരു ഏണിങ്സും കിട്ടുന്നുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എപ്പോഴും ദൈവത്തോട് നന്ദി പറയും. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും മറ്റുള്ളവർ പറയുകയാണെങ്കിൽ എന്തും പറഞ്ഞോട്ടെ, അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവരുടെ മുന്നിൽ നമ്മളൊരു സീറോ ആയിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ ഈ പറഞ്ഞ് അവരാണ് സീറോ ആയി പോകുന്നതെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. അപ്പോൾ എവിടെയോ ഒരു കമൻറ്റ് കണ്ടതാണ്, ഏതോ ഒരു വീഡിയോയിൽ, ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. കാരണം എന്തോ ഒരു കാറിൻ്റെ സ്പെല്ലിംഗ് ആണെന്ന് തോന്നുന്നു, സ്പെല്ലിങ് തെറ്റിച്ച് കൊടുത്തിട്ട് ഇന്ന കാർ എടുത്തു എന്നും പറഞ്ഞൊരു വീഡിയോ. അപ്പോൾ അതിൽ കമൻറ്റ് വന്നിരിക്കുകയാണ്, നിൻ്റെ നീ എഴുതിയേക്കുന്ന സ്പെല്ലിങ് തെറ്റാണെന്ന്. അപ്പോൾ വേറൊരു കമൻറ്റ് വന്നു, ഈ സ്പെല്ലിങ് നോക്കിയിരുന്നോ, അവൻ കാർ സ്വന്തമായിക്കൊണ്ട് പോകുന്നുണ്ടെന്ന്. അപ്പം പല ആൾക്കാരും അങ്ങനെയാണ്, ഇങ്ങനെ ഏറ്റവും വലിയ കാര്യങ്ങൾ അവിടെ അച്ചീവ് ചെയ്തിട്ട് ചെറിയ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിൽ പിടിച്ച് കുറ്റം പറയാനാണ് പലപ്പോഴും പല ആൾക്കാരും നോക്കുന്നത്. നമ്മളതിൽ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളതിൽ ഇൻവോൾവ് ആയി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പം നമ്മൾ എന്താ അച്ചീവ് ചെയ്യുന്നുണ്ട് ഒന്നും ഒരാളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല.
കളിയാക്കുന്നവർ അവിടെ ഇരുന്ന് കളിയാക്കട്ടെ, കുറ്റം പറയുന്നവരോട് കുറ്റം പറയട്ടെ, അവർക്ക് ആ ഒരു ചാൻസ് കൊടുത്ത് അവരങ്ങനെ ഇരുത്തിയേക്കുക. അവരെ അതിനെ പറ്റുള്ളൂ എന്നുള്ളത് നമ്മളങ്ങ് വിചാരിച്ചേക്കുക. അവരെ കൊണ്ട് വേറെ ഒന്നിനും പറ്റുകയില്ല, വേറെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ഒരു കാര്യം ലേബൽ ചെയ്ത് വെച്ചേക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ഗോൾസിലും നമ്മളുടെ ആ ഒരു ഡിസൈൻ ഞാനെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മളെക്കുറിച്ച് നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ആ ഡിസൈന് ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പം ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമുക്ക് എൻ്റെ കയ്യിൽ കുറേ ഡയറീസ് ഉണ്ട്. അത് ഓരോ ഡയറികളും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. പക്ഷേ അതിൽ അഫർമേഷൻ ഇടുന്നത് എനിക്കൊരു പൗച്ച് തന്നെ ഉണ്ട്. അതിനകത്ത് ഞാൻ ഡിഫറെൻറ്റ് കളറായിട്ടുള്ള പേനയും മാർക്കറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ പ്രീഷ്യസ് ആയിട്ട് ഞാൻ നടക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടത്തോടെ കുറച്ച് കാര്യങ്ങൾ കീപ്പ് ചെയ്യുക. അതിൽ നമ്മുടെ ലൈഫിനെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് വയ്ക്കുക. ഈ പ്ലാൻ ഒരാളോടും പറയേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും ഒരാളോടും ഷെയർ ചെയ്യരുത്. കാരണം നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് കിട്ടണമെന്ന് നമ്മുടെ കൂടെയുള്ള എല്ലാവരും വിചാരിക്കുമെന്ന് നിങ്ങൾ കരുതേ വേണ്ട. ഓക്കെ, പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നമുക്ക് നല്ലത് വരണം എന്ന് വിചാരിക്കുന്ന ആളൊന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരെയും അങ്ങ് ട്രസ്റ്റ് ചെയ്തൊന്നും വേണ്ട. എന്നാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്നെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാം. എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ എല്ലാ മോശാവസ്ഥയിലും എനിക്ക് സപ്പോർട്ടറായിട്ട് നിന്നിട്ടുള്ളത് ഞാൻ തന്നെയാണെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. എനിക്ക് നേരത്തെയൊക്കെ എൻ്റെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുമില്ലായിരുന്നു. പലരെയും വിചാരിച്ചിട്ടുണ്ട്, പലരെയും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവരെയൊന്നും റോൾ മോഡലാക്കാനായിട്ട് പറ്റിയ ആളുകളല്ല എന്നുള്ളത്. അതായത് വലിയ ആൾക്കാരല്ല, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ ഞാൻ കമ്പനി കണ്ടിട്ടുള്ള ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കും. ആരെങ്കിലുമൊക്കെ കണ്ടിട്ടാണ് ഇതാണ് എൻ്റെ റോൾ മോഡൽ എന്ന് എൻ്റെ വിവരമില്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വളർന്നപ്പോൾ മനസ്സിലായി. കാരണം ഒരുപാട് വയലൻസും ഒരുപാട് ദേഷ്യവും ഇതുമൊക്കെ ഒരു പ്രോപ്പറായിട്ട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത ആളായിരുന്നു ഞാൻ. അന്ന് വെച്ചാൽ അത്രയും ബോധമേ ഉള്ളൂ ആ സമയത്ത് റോൾ മോഡലെന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ എപ്പോഴും നമ്മുടെ ക്യാരക്ടറിൽ നല്ല കുറേ ഗുണങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആർക്കും റോൾ മോഡലൊന്നും ആയില്ലെങ്കിലും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് പഠിക്കുക. ഞാൻ അൺനെസസറി ആയിട്ട് സംസാരിക്കാൻ വരുന്നവരോടും അവരൊക്കെ ഇഗ്നോർ ചെയ്ത് തന്നെ കളയുക. പക്ഷേ മറുപടി കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ മറുപടി കൊടുക്കാതെ ഇരിക്കാനും പോകരുത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ലൈഫിനെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുക. എപ്പോഴും നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, നല്ല രീതിയിലൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ളൊരു സക്സസ് ഉണ്ടാകുന്നതായിരിക്കും.